നമസ്കാരം. ഇന്ന് പീഡന കഥകൾ കേൾക്കാത്ത ഒരൊറ്റ ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. ഒരു സൈഡിൽ നമ്മൾ പീഡനത്തെ വളരെ ശക്തിയായിട്ട് എതിർക്കുമോ, മറു സൈഡിൽ എനിക്ക് തോന്നിപ്പോകുന്നു ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളത് ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്ന്. കാരണം ഈ അടുത്തിടെ നടന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് മറൈൻ ഡ്രൈവിലെ ഇൻസിഡന്റ്, രണ്ട് കൊട്ടിയൂർ പീഡന കേസ്. കൊട്ടിയൂർ പീഡന കേസിൽ അച്ഛൻ ചെയ്തൊരു കാര്യം, അതായത് സമൂഹം തെറ്റായിട്ട് കാണുന്ന ഒരു കാര്യം അച്ഛൻ ചെയ്തു. ഒരു പെൺകുട്ടിയെ വശീകരിച്ച് അവളെ ഗർഭിണിയാക്കി. അപ്പോൾ ആ കാര്യത്തെ ന്യായീകരിച്ചുകൊണ്ട് പലരും ഓഡിയോ വീഡിയോ മെസ്സേജസ് ഒക്കെ ഇടുന്നതായിട്ട് കണ്ടു, ഷെയറിങ്ങും കണ്ടു. അപ്പോൾ അവർ പറയുന്ന കാര്യം മറ്റു മനുഷ്യന്മാരെ പോലെ അച്ഛനും ബലഹീനനാണ്, വികാരജീവിയാണ്, തെറ്റുപറ്റുമെന്ന്. ഇനി മറൈൻ ഡ്രൈവിലെ ഇൻസിഡന്റ്, അവിടുത്തെ പൊളിറ്റിക്കൽ ഫേസും അതുപോലെ തന്നെ ഗുണ്ടായുസവും മാറ്റി നിർത്തുക ഒരു വിധത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം. എന്നാൽ മറൈൻ ഡ്രൈവിൽ ശരിക്കും നടക്കുന്നത് എന്താ? അവിടെ കാമിതാക്കൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തികളാണോ അവിടെ നടക്കുന്നത്? കൊടയുടെ മറവിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് അതാണോ? അവർക്ക് ആ സമയത്ത്, അതായത് പ്രണയിക്കുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന വികാരങ്ങളെ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നാണ് എനിക്ക് മനസ്സിലായത്, പേപ്പറിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെയെങ്കിൽ ഈ കാമിതാക്കളെ സപ്പോർട്ട് ചെയ്യുന്നവര് അച്ഛനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലെ, അച്ഛന്റെ പ്രവൃത്തിയും. കാരണം അച്ഛനും കാമം തോന്നിയപ്പോഴാണ് ഒരു കുട്ടിയെ വശീകരിച്ച് അവളെ ഗർഭിണിയാക്കിയത്. ഇനി ഈ കൊട്ടിയൂർ പീഡന കേസ് തന്നെ, അതില് അച്ഛൻ ചെയ്ത തെറ്റിനെ എന്തുകൊണ്ട് ഇത്രയധികം പൊക്കി കാണിക്കുന്നു എന്ന് ചിലർ ചോദിക്കുന്നത് കേട്ടു. മറ്റു മതങ്ങളിലും പീഡനം നടക്കണില്ലേ, പിന്നെ എന്തുകൊണ്ട് അച്ഛൻ? ചോദിക്കട്ടെ, നമ്മുടെ ഇടയിൽ തന്നെ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അന്ന് എത്ര പേര് കുറ്റവാളികളുടെ നേരെ കൈ ചൂണ്ടി? വളരെ ചുരുക്കം. നമ്മളെല്ലാവരും ചർച്ച ചെയ്തത് ഇന്ന് നിലനിൽക്കുന്ന നിയമം കർശനമാക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, അതുമല്ലെങ്കിൽ കുട്ടികളെ നേരായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്നൊക്കെയായിരുന്നു. കാരണം ഈ കുറ്റവാളി ആരായിരുന്നു, എന്തായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അയാളിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഈ അച്ഛൻ എന്ന് പറയുന്ന ആള് ഒരു ഇടവക വികാരിയാണ്. ഇടവക എന്ന് പറയുമ്പോൾ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇടവക എന്ന് പറയുമ്പോൾ അതിൽ എത്രയോ കുടുംബങ്ങളുണ്ട് അല്ലെ. ആ കുടുംബങ്ങൾക്ക് മുഴുവൻ, അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ റോൾ മോഡലാകേണ്ട ഒരു വ്യക്തി, പോലെ ഒത്തിരി ഉന്നത പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയധികം ഉത്തരവാദിത്വം അച്ഛൻ ആ സമൂഹത്തിനോടുണ്ട്. ഉത്തരവാദിത്വം കൂടുമ്പോൾ ചെയ്ത തെറ്റിന്റെ കാഠിന്യം കൂടും. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഞാൻ നോക്കി കാണുകയാണെങ്കിൽ, ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്, അതായത് പാരന്റ്സായി ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് ക്ഷമിക്കാനായിട്ട് സമൂഹത്തിനായാലും ബാക്കിയുള്ളവർക്കായാലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുട്ടികൾ ചെയ്യുന്ന തെറ്റ് എല്ലാവരും ക്ഷമിക്കാൻ തയ്യാറാവും. ഇനി അപ്പോ ഈ കൊട്ടിയൂർ പീഡനം മൂലം ഒരു കുട്ടി നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വളർന്നു വരുന്നുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ എന്ത്, അല്ലെങ്കിൽ ആ കുട്ടിയിലെ വ്യക്തിത്വം എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം? അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സമ്മതിക്കുന്നു മനുഷ്യൻ ബലഹീനനാണ്, വികാരജീവിയാണ്, അവന് വികാരങ്ങളെ പുറത്തു കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ പീഡനത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? കാരണം ഒരു വ്യക്തി പീഡിപ്പിക്കുന്നത് അയാളുടെ ഇഷ്ടത്തിന്, അയാളുടെ വികാരത്തിനനുസരിച്ച് ഒരാളെ നിന്നു കൊടുക്കാൻ കിട്ടാണ്ടാവുമ്പോൾ അയാൾ ചെന്ന് അയാളുടെ ചിന്തകളെയും മനസ്സിനെയും വികാരങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അയാൾ ചെന്ന് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മറൈൻ ഡ്രൈവിലെ കേസ്, അതായത് കാമിതാക്കൾക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി, ഈ സിറ്റുവേഷൻ ഇതുവരെ കൊണ്ടെത്തിച്ചത് ഒരു പരിധിവരെ നമ്മൾ മുതിർന്നവർ അടങ്ങുന്ന സമൂഹം തന്നെയാണ്. കാരണം ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും റിലേഷനെ നല്ല രീതിയിൽ നോക്കിക്കാണാൻ നമ്മൾ പഠിച്ചില്ല. അപ്പോൾ നമ്മൾ അവരെ ഒരുമിച്ച് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഒരുമിച്ച് ചിന്തിക്കാനും സമ്മതിക്കാതെ അവരെ അകറ്റി നിർത്താൻ നോക്കി. എന്ത് പേടിച്ചിട്ടാണോ നമ്മൾ അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചത്, അതിനുള്ള മുറവിളി, അതായത് ആ വികാരങ്ങൾ പ്രകടിപ്പിക്കലാണ് അവരുടെ ശരിയായ സ്വാതന്ത്ര്യം, അവരുടെ ശരിയായ റൈറ്റ് എന്ന്, അവകാശം എന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടാണ് മുറവിളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമരത്തിൽ നിന്ന്, ഈ ചുംബന സമരത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചിന്തകൾ മാറ്റേണ്ട സമയമായി. അത് ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നല്ലൊരു ഹെൽത്തി റിലേഷൻ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളുടെ ചിന്തകളിൽ മാറ്റം വരുത്തണം. അത് മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കണം. അതിന്റെ ബേസിക് ലെസൺസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അതുപോലെ അതിന്റെ അവയർനെസ് സ്കൂളിലായാലും അതുപോലെ തന്നെ കോളേജിലായാലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഈ ഒരു ഏജിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്ഷനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അതിന്റെ പിന്നിൽ ഉദ്ദേശശുദ്ധി എന്ത്, അല്ലെങ്കിൽ അതെങ്ങനെ, ആ സമയത്തുണ്ടാകുന്ന വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് ചിന്തിക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അല്ലാതെ അകറ്റി നിർത്തും തോറും പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് അവർ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾക്കൊരു പൊറുതി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പീഡനം കുറയും, അവർ മനസ്സിലാക്കും എന്താണ് ആൺകുട്ടി എന്താണ് പെൺകുട്ടി എന്നുള്ളത്. പീഡനം കുറയും, അതുപോലെ മെയിൽ സൂപ്രമസി കുറയും, അതുപോലെ തന്നെ ഒളിച്ചോട്ടം ഒരു പരിധിവരെ നമുക്ക് തടയാം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് ഒരു അറുതി വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻ, അല്ലെങ്കിൽ അടുത്ത് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും, ഒരു ആണ് പീഡിപ്പിച്ചില്ലെങ്കിൽ അവൻ ആണല്ല എന്ന്. കാരണം
അവന് വികാരമില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സമൂഹത്തിന് ദോഷകരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മളത് തെറ്റാണെന്ന് തന്നെ സമ്മതിക്കാം. ഇനി സമൂഹത്തിന് നന്മ വരാനായിട്ട് നമ്മൾക്ക് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ചിന്തിച്ചേ മതിയാവൂ. വികാരങ്ങൾ എല്ലായിടത്തും പബ്ലിക്കിൽ തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ഒന്നല്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് വികാരജീവിയാണ്, സമ്മതിച്ചു. പക്ഷേ വികാരത്തിനൊപ്പം അവന് ചിന്തിക്കാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ 3ാമത്തെ വീഡിയോയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിന്തകളെയും വികാരങ്ങളെയും നമ്മൾ അതുപോലെ നിയന്ത്രിച്ച് നിർത്താൻ സമൂഹത്തിന് നന്മ വരും, നമുക്കും നന്മ വരും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചിന്ത, ഞാൻ അറിഞ്ഞത്, പ്രവർത്തിച്ചത്, പഠിച്ചത്, വായിച്ചതായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, എതിർക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ചിന്തകൾ അറിയാനും എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ വാട്സപ്പിലും കമന്റ്സ് ഇട്ട് അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ച് തെറി പറഞ്ഞാലൊന്നും എനിക്ക് കേൾക്കാനും കാണാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യൂട്യൂബ് ലിങ്കിൽ വന്ന് ഇട്ടാൽ കമന്റ്സ് എനിക്ക് വായിക്കാൻ സാധിക്കും. നിങ്ങൾ എന്താണ് ചിന്തിക്കണേന്ന് അറിയാൻ സാധിക്കും. ഇനി എൻ്റെ ചിന്തയിലാണ് കുഴപ്പമെങ്കിൽ അതും എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. വീണ്ടും കാണാം. ബൈ.